CPIയുടെ യുവജന സംഘടനയായ AIYFന് പകരം സമാന്തര സംഘടന രൂപീകരിച്ച് പാലക്കാട്ടെ CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കൾ. സേവ് യൂത്ത് ഫെഡറേഷൻ എന്ന സംഘടനയാണ് AIYFന് പകരമായി പാലക്കാട് രൂപീകരിച്ചത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാണിച്ച് CPI പാലക്കാട് ജില്ലാ നേതൃത്വം പുറത്താക്കിയ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ സേവ് CPI ഫോറം എന്ന സംഘടന രൂപീകരിച്ചിരുന്നു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെയാണ് പാലക്കാട്ടെ CPIക്കകത്ത് പോര് രൂക്ഷമായത്. സമ്മേളന കാലയളവിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് കാണിച്ച് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെ CPI ജില്ലാ നേതൃത്വം പുറത്താക്കുകയും തരം താഴ്ത്തുകയും ചെയ്തതോടെ പോര് മുറുകി. നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കില്ലെന്നാരോപിച്ച് പാലോട് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സേവ് CPI ഫോറം എന്ന സംഘടന രൂപീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPIയുടെ യുവജന സംഘടനയായ AIYFന് പകരം സേവ് CPI ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുതിയ യുവജന പ്രസ്ഥാനം രൂപീകരിച്ചിരിക്കുന്നത്. ജില്ലയിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുക, CPIയിലെയും AIYFിലെയും നെറുകടികൾക്കെതിരെ പ്രതികരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സേവ് യൂത്ത് ഫെഡറേഷൻ രൂപീകരിക്കുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. കേരളത്തിൽ 8 വർഷക്കാലത്തിൽ കൂടുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉണ്ടായപ്പോൾ ആ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സുഖലോലുപരായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ആരാണ് എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പാലക്കാട് ജില്ലയിലെ ചില ആളുകൾ ഒരു കസേരയല്ല പല കസേരകളിൽ ഇരിക്കാൻ തീരുമാനിച്ചാലും ആ കസേരയുടെ ഇടം തികയാത്ത രൂപത്തിൽ കൊഴുത്തു വീർത്തു എന്നല്ലാതെ പാലക്കാട് ജില്ലയിലെ ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ മുന്നേറ്റത്തിന്റെ നേതാക്കന്മാരായി നിൽക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ല. AIYF മുൻ മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി TP മുസ്തഫയാണ് സേവ് യൂത്ത് ഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറി. AIYF ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന K ഫൈസലാണ് പ്രസിഡന്റ്. AIYFന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ 25 അംഗങ്ങളാണ് സേവ് യൂത്ത് ഫെഡറേഷന്റെ ജില്ലാ കമ്മിറ്റിയിലുള്ളത്. നേതൃത്വത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരെ ജില്ലാ നേതൃത്വം വിമതരാക്കി പുറത്താക്കിയ നടപടിയെ വിമർശിച്ച് മുതിർന്ന CPI നേതാവ് KE ഇസ്മായിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന നേതൃത്വം ഇടപെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന ഇസ്മായിലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പുതിയ യുവജന പ്രസ്ഥാനത്തിനും പുറത്താക്കപ്പെട്ടവർ രൂപം കൊടുത്തത്. റിപ്പോർട്ടർ, പാലക്കാട്.